അപ്പോൾ കഴിഞ്ഞ ദിവസവും ഈ കാട്ടാന ആക്രമണത്തെക്കുറിച്ചുള്ള ന്യൂസ് ഉണ്ടാകും. എത്ര പേരാണ് ഇങ്ങനെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിക്കുന്നത്? ഈ വന്യജീവികളുടെ ആക്രമണം കൊണ്ട് എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കുന്നു, അവരുടെ വളർത്തു മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നു. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ അറിയില്ല. പണ്ടും ഇങ്ങനെയൊക്കെ കാണും, പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുള്ള രീതിയിൽ ചിലപ്പോൾ ഇപ്പോഴായിരിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ചൂടിൻ്റെ ഒരു കാഠിന്യം ഭയങ്കര വലുതാണ്. നമ്മളോർക്കും ഈ കുന്നിൻ പ്രദേശങ്ങളിലേക്ക് ചെന്നാൽ, അതായത് മലകളുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ തണുപ്പായിരിക്കുമെന്ന്. ചിലർക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ച പോലെ ചിന്തിക്കത്തുള്ളൂ കേട്ടോ, ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം. പക്ഷേ നമ്മൾ ഉയരം കൂടും തോറും ചൂടിൻ്റെ കാഠിന്യം ഭയങ്കരമായിട്ടാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പുനലൂർ എന്ന സ്ഥലത്താണ്. പക്ഷേ അതങ്ങനെ നിൽക്കുമ്പോഴും പാലക്കാട് ഭയങ്കര ചൂടാണ്. എനിക്ക് ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമാണ് പാലക്കാട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം എപ്പോഴും നമ്മൾ ആ ഒരു സീസൺ ടൈമിൽ ചെന്ന് കഴിഞ്ഞാലും നിറച്ചിങ്ങനെ കോടമഞ്ഞും അതിനിങ്ങനെ ഓരോ മലകളെയും തടഞ്ഞു പോകുന്നത് പോലെ ഇങ്ങനെ നമുക്ക് തോന്നും. എന്ത് ഭംഗിയാണ്. അതിൻ്റെ ഇടയ്ക്ക് മഴവില്ല് വരും. ഞാൻ ഇതൊക്കെ നമ്മൾ ട്രെയിനിൽ പോകുമ്പം കാണാൻ പറ്റും. അല്ല, പാലക്കാട് ടൂറൊക്കെ കുട്ടികളുമായിട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഈ ചൂട് ടൈമാകുമ്പോൾ ഭയങ്കര ചൂടാണ്. എനിക്കറിയാവുന്ന ചേച്ചിയുണ്ട്, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ അമ്മയുടെ മൂത്ത മോളാണ്. ചേച്ചിയുടെ വീട് ചേച്ചി കല്യാണം കഴിച്ച് വെച്ചാൽ പാലക്കാടാണ്. ചേച്ചി പറയുന്നത് ഈ ഒരു ചൂട് സമയമാകുമ്പോഴത്തേക്കും നമ്മൾ കുളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഈ വിയർത്തുകൊണ്ടാണ്. അതുപോലത്തെ ചൂടാണ്. ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കുക്കിങ്ങൊന്നും ആ അടുക്കളയിലേക്ക് പോകാനേ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ്. അതുപോലത്തെ ചൂടാണ്. പക്ഷെ തണുപ്പായാലോ ഭയങ്കര തണുപ്പുമാണ്. അപ്പോൾ ഈ ചൂട് സമയത്ത് ഈ ജീവികൾക്കും ആഹാരം വേണ്ടേ, അല്ലേ? അപ്പം അതിന് ആവശ്യമായ ആഹാരം കാട്ടിൽ നിന്ന് കിട്ടാത്തപ്പോഴായിരിക്കാം തീർച്ചയായിട്ടും അത് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. പക്ഷെ അതുമൂലം ഈ ഓരോ ആളുകൾ മരിക്കുമ്പോഴും ആ മരണം മൂലം കുടുംബത്തിലെ പലരും ഒറ്റപ്പെടുകയാണ്, അല്ലേ? അതായത് ഒരു കുടുംബം തന്നെ പലപ്പോഴും അനാഥമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനൊരു പരിഹാരം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈദ്യുത വേലികളും മറ്റും ഒക്കെ നിർമ്മിച്ചു ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കിടങ്ങുകളൊക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഫലപ്രദമാകുന്നില്ല. എത്രയോ പേരാണെന്നറിയോ വീടുകളൊക്കെ ഉപേക്ഷിച്ച്, കൃഷി ഉപേക്ഷിച്ച് ആ നാട് വിട്ട് മാറി വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകുന്നത്. കാരണം ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സമയത്ത് ആളുകൾ കാട്ടിലേക്ക് കയറി, ഇല്ലേ? കാട്ടിലേക്ക് കയറി അവരുടെ അധീനതയിലേക്ക് കാടുകൾ വെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. ഇതിപ്പോൾ ഓപ്പോസിറ്റായിട്ട് ഇപ്പം നാട്ടിലേക്ക് അവർ ഇറങ്ങുകയാണ്. അതായത് അവരുടെ സ്വന്തം സ്ഥലം നമ്മൾ കയറി കൈയടക്കിയില്ലേ, അതുകൊണ്ട് അവരത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണോ ഈ വന്യജീവികൾ നടത്തുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും. കാരണം എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, അമ്മയുടെ വീട് പത്തനംതിട്ടയിലാണ്. അപ്പം അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ് എന്നോട് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പം പറഞ്ഞ കാര്യം, കാരണം എനിക്ക് ഈ കുന്നും പ്രദേശവും മലകളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒന്നും തരണ്ട, എന്നെ ഏതെങ്കിലും ഒരു വലിയൊരു മലയുടെ ചുവട്ടിൽ കൊണ്ടു നിർത്തി അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ഞാനതിങ്ങനെ നോക്കിക്കാണാൻ എനിക്കത് ഭയങ്കരമായിട്ടും പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പണ്ട് വിചാരിക്കുമായിരുന്നു, എന്നെ കല്യാണം കഴിച്ച് വിടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വല്ലതും വിട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് ചിന്തിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് വേണ്ട എന്ന്. കാരണം അവിടുത്തെ ചൂടും ഭയങ്കര തണുപ്പുള്ള ഇതും മഴയുടെ സീസണാണെങ്കിൽ എപ്പോഴും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ സാധാ സ്ഥലങ്ങളിൽ മഴയില്ലാത്തപ്പോഴും അവിടെ ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഞാൻ അവിടെ പോയതുകൊണ്ട് എനിക്കങ്ങ് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു, ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം ചൂടുള്ള സമയത്ത് അപ്പോൾ കിടക്കാനും ഇരിക്കാനും പറ്റാത്ത രീതിയിലുള്ള ചൂട്, ഫാൻ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, അതുപോലത്തെ ചൂട്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് അങ്ങനെ പോയി. ഇത്രയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുവാണെങ്കിൽ എന്തിനാണ് വെറുതെ കുന്നും കയറി പോകുന്നത് എന്ന് ചിന്തിച്ചു. അപ്പോൾ ഒരിക്കലിങ്ങനെ അവിടുത്തെ അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറയുന്നത്, ഞങ്ങളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ എല്ലാം കാടാണ്, ഞങ്ങൾ നല്ല ആരോഗ്യമുള്ള സമയമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാട് കയറി വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാനെടുത്ത് പിന്നെ അവർക്ക് പട്ടയമൊക്കെ അനുവദിച്ച് പിന്നെ അവരുടെ സ്വന്തം സ്ഥലമായിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്.
അപ്പോൾ എന്താ വലിയൊരു കുന്നിൻ്റെ ഒരു പകുതിയോളം, ഒരു മലയുടെ പകുതിയോളം ഈ അച്ഛൻ്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടപ്പുണ്ട്. അപ്പം നിറച്ച് ഈ ചക്ക, മറ്റേ റബ്ബർ, കുരുമുളക് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ താഴെയും മുകളിലുമായിട്ട് കിടക്കുകയാണ്. ഇഷ്ടംപോലെ ഉണ്ടാകും, ഇഷ്ടംപോലെ. അതുപോലെ തന്നെ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മലയണ്ണാനെ കണ്ട്. അത് ഇങ്ങനെ വന്നിട്ട് ഈ തേങ്ങയൊക്കെ അടച്ച് താഴെ ഇടുമെന്നു. അതുകൊണ്ട് അതുങ്ങൾ വലിയ ശല്യക്കാരാണെന്ന് പറയുന്നത്. പിന്നെ ഈ കാട്ടുപന്നി, പിന്നെ ഇടയ്ക്കൊക്കെ ആ ഏരിയയിലൊക്കെ പുലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കാം. പിന്നെ ആനയൊക്കെ വരും. അത് അത്ര വലിയ ശല്യമൊന്നും പക്ഷെ അവർക്കില്ല. ഇന്നാളിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ ഏരിയയിൽ പുലിയുടെ ശല്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തുവാന്ന് പറഞ്ഞാലും നമ്മളങ്ങോട്ട് കാട്ടിലോട്ട് കയറി ഇല്ല, എന്തെല്ലാം കാണിക്കുക അതെല്ലാം കാണിച്ചു. കുറേ വെട്ടി നിരത്തി കൃഷി ചെയ്തു, കുറേ പാറയും പൊട്ടിച്ചു, മണ്ണും എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലേ. അവർ സ്വാഭാവികമായിട്ടുള്ള അവരുടെ ആവാസ വ്യവസ്ഥയെ നമ്മൾ കയറി ശല്യം ചെയ്തു. അപ്പം തിരിച്ചിപ്പോൾ എന്ത് ചെയ്തു? അതുങ്ങളെല്ലാം കൂടെ നമ്മളോട് ചോദിക്കാൻ ഞങ്ങളുടെ അടുത്തുനിന്ന് പണ്ട് വാങ്ങിച്ചതെല്ലാം ഇങ്ങോട്ട് തിരിച്ച് തന്നേരെ എന്ന രീതിയിൽ ചോദ്യം ചെയ്യാമായിരുന്ന പോലെയാണ് എനിക്കിപ്പോൾ അതൊരു ഫീൽ ചെയ്യുന്നത്. നമ്മളെടുത്തത് തന്നെയാണ്, തിരിച്ചിപ്പോൾ അവർ ചോദിക്കുകയാണ് കൊടുത്തേക്ക്. അപ്പോൾ ആളുകൾ എന്താണ്, നേരത്തെ എങ്ങനെയാണോ അങ്ങോട്ട് കയറിപ്പോയത് അതുപോലെ ആളുകളിപ്പം തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവയെ പേടിച്ച് അല്ലേ. അങ്ങനെയുള്ള കാര്യമാണ്, ശരിയല്ലേ? ഓക്കെ.